welcome FOCUS STAR PSC ലേക്ക് സ്വാഗതം. കേരള PSC മെയിൻ എക്സാം സിലബസ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. KGT യോഗ്യതയുള്ള പോസ്റ്റുകളിലേക്കുള്ള മെയിൻ എക്സാം സിലബസിലെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സെക്ഷനാണ് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് എന്നുള്ളത്. ഏറ്റവും കൂടുതൽ മാർക്കുള്ള ഒരു സെക്ഷനാണ് ഇത്. 40 മാർക്കിനാണ് ഈ ഒരു സെക്ഷനിൽ നിന്നും ചോദ്യം ചോദിക്കുന്നത്. അപ്പോൾ ഈ ഒരു സെക്ഷനിലെ ചെറിയൊരു പാർട്ട് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ എന്നുള്ള ആ ഒരു പാർട്ട് മുഴുവനായിട്ടും സിലബസ് ബേസ്ഡ് ആയിട്ട് ക്ലാസ്സുകൾ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സീരീസ് കാണാത്തവർ തീർച്ചയായിട്ടും കാണുക. ആ ഒരു പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് മുകളിൽ കാണുന്ന ഐ ബട്ടണിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സീരീസിലൂടെ പ്രധാനമായിട്ടും ലക്ഷ്യം വെക്കുന്നത് എന്താ വെച്ചാൽ MS Excel 2007 എന്നുള്ള ആ ഒരു പോർഷൻ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സിലബസ് ബേസ്ഡ് ആയിട്ടാണ് ക്ലാസ്സുകൾ എടുക്കുന്നത്. അപ്പോൾ ഇത് രണ്ടാമത്തെ ക്ലാസ്സാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ക്ലാസ് കാണാത്തവർ തീർച്ചയായിട്ടും കാണുക. ആ ഒരു ക്ലാസ്സിൻ്റെ ലിങ്ക് മുകളിൽ കാണുന്ന ഐ ബട്ടണിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെൽഫ് ഫോർമാറ്റിങ്ങിനെ കുറിച്ചിട്ടാണ്. അതുപോലെ തന്നെ അതുപോലെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്യാം. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യം തന്നെ സെൽഫ് ഫോർമാറ്റിംഗ് എന്താണെന്ന് നോക്കാം. സെൽഫ് ഫോർമാറ്റ്സ് അലോ യു ടു ചേഞ്ച് ദ വേ സെൽ ഡാറ്റ അപ്പിയേഴ്സ് ഇൻ ദ സ്പ്രെഡ്ഷീറ്റ്. അതായത് സെൽഫ് ഫോർമാറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ആ ഒരു സ്പ്രെഡ്ഷീറ്റിലെ സെൽ ഡാറ്റേൻ്റെ അപ്പിയറൻസ് ചേഞ്ച് ചെയ്യുക, അതായത് അതിൻ്റെ ഒരു ലുക്ക് ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് ഈ സെൽഫ് ഫോർമാറ്റിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. ഫോർമാറ്റിംഗ് ഓൾസോ അലൗസ് യു ടു ചേഞ്ച് ദ ഫോണ്ട് സൈസ്, കളർ ആൻഡ് ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് എ സെൽ ഓർ ഗ്രൂപ്പ് ഓഫ് സെൽസ്. അതായത് ഫോർമാറ്റിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സെല്ലിലെ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് സെല്ലിലെ ഡാറ്റ, ആ ഒരു ഡാറ്റ എൻ്റർ ചെയ്തിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ അതിൻ്റെ ഫോണ്ട് സൈസ്, കളറ്, ബാക്ക്ഗ്രൗണ്ട് തുടങ്ങിയവയൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ്. അത് നമുക്ക് ഒരു സെല്ലിൽ ചെയ്യാം അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് സെൽസിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സെലക്ട് ദ സെൽസ് യു വുഡ് ലൈക്ക് ടു ചേഞ്ച്, ദെൻ സെലക്ട് ഫോർമാറ്റിംഗ് ടൂൾ. അതായത് നമ്മൾ ചേഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സെല്ല് അല്ലെങ്കിൽ സെൽസ് സെലക്ട് ചെയ്യുക, അതിനുശേഷം ഫോർമാറ്റിംഗ് ടൂള് സെലക്ട് ചെയ്താൽ മതി. ഇനി അതുപോലെ തന്നെ ഒരു വർക്ക്ഷീറ്റിൽ ഡാറ്റ എൻ്റർ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നോക്കാം. വർക്കിംഗ് ഇൻ എ സ്പ്രെഡ്ഷീറ്റ്. ടു വർക്ക് വിത്ത് എ സ്പ്രെഡ്ഷീറ്റ് യു എൻ്റർ ഡാറ്റ ഇൻ ദ സെൽസ് ഓഫ് ദ സ്പ്രെഡ്ഷീറ്റ്. To work with a spreadsheet, you enter data in the cells of the spreadsheet. അതായത് നമുക്കൊരു സ്പ്രെഡ്ഷീറ്റിൽ എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ, അതായത് ഒരു ചാർട്ട് ഫോം ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ ആദ്യം തന്നെ നമ്മൾ കുറച്ച് ഡാറ്റ ആ ഒരു സെൽസിൽ എൻ്റർ ചെയ്യണം. ഇനി എങ്ങനെയാണ് ആ ഡാറ്റ എൻ്റർ ചെയ്യുന്നത് എന്ന് നോക്കാം. യു എൻ്റർ ഡാറ്റ ബൈ ക്ലിക്കിംഗ് എ സെൽ ആൻഡ് ടൈപ്പിംഗ് ദ ഡാറ്റ. അതായത് നമുക്ക് ഒരു ഡാറ്റ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഏത് സെല്ലിലാണോ നമുക്ക് ഡാറ്റ എൻ്റർ ചെയ്യേണ്ടത് ആ സെല്ല് സെലക്ട് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം ടൈപ്പ് ചെയ്യുക. എന്താണോ ഡാറ്റ വേണ്ടത് അത് ടൈപ്പ് ചെയ്യാം. യു റീപ്ലേസ് ഡാറ്റ ഇൻ എ സെൽ, യു ക്ലിക്ക് ദ സ്പെസിഫിക് സെൽ ആൻഡ് ടൈപ്പ് ന്യൂ ഡാറ്റ. അതായത് ഇപ്പോൾ ഒരു സെല്ലിൽ നമ്മൾ ഡാറ്റ എൻ്റർ ചെയ്തു, ആ ഡാറ്റ വേണ്ട, അതിന് പകരം വേറൊരു ഡാറ്റയാണ് അവിടെ റീപ്ലേസ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ റീപ്ലേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു സെല്ലിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ഏതാണോ സ്പെസിഫിക് സെല്ല് അത് ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം ന്യൂ ഡാറ്റ ടൈപ്പ് ചെയ്യുക. അതേസമയം ടു എഡിറ്റ് ഡാറ്റ ഇൻ എ സെൽ, അതായത് നമുക്കിപ്പോൾ റീപ്ലേസ് അല്ല ചെയ്യേണ്ടത്, ആ ഒരു സെല്ലിലെ ഡാറ്റ എഡിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. യു ഡബിൾ ക്ലിക്ക് ഇൻ ദ സെൽ ആൻഡ് ടൈപ്പ് അഡീഷണൽ ഡാറ്റ. അതായത് ആ ഒരു സെല്ലിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം അഡീഷണൽ ഡാറ്റ ടൈപ്പ് ചെയ്ത് വെക്കുക. അപ്പോൾ ഈ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ വെൻ സെൽ എഡിറ്റിംഗ് ഡാറ്റ എ ബ്ലിങ്കിങ് കേഴ്സർ അപ്പിയേഴ്സ്. അപ്പോൾ ആ ഒരു സെല്ലിൽ നമുക്ക് ബ്ലിങ്കിങ് കേഴ്സർ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് ഇങ്ങനെ എന്താ പറയുക, തുള്ളിക്കളിക്കുന്ന പോലത്തെ ഒരു ഇതാണ് വരിക, കേഴ്സറാണ് അവിടെ കാണിക്കുക. ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്ന ആ ഒരു ഇതാണ് വരിക. യു ക്യാൻ എൻ്റർ 3 types ഓഫ് ഡാറ്റ ഇൻ എ സ്പ്രെഡ്ഷീറ്റ്. അതായത് നമുക്കൊരു സ്പ്രെഡ്ഷീറ്റിൽ 3 ടൈപ്പ് ഡാറ്റ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ടെക്സ്റ്റ്, നമ്പർ,
ഫോർമുലാസ് ആൻഡ് ഫങ്ഷൻസ്. ടെക്സ്റ്റ് എന്താണെന്ന് നോക്കാം. ടെക്സ്റ്റ് ഡാറ്റ ഹാസ് നോ ന്യൂമറിക് വാല്യൂ അസോസിയേറ്റഡ് വിത്ത് ഇറ്റ്. അതായത് ഈ ടെക്സ്റ്റ് ഡാറ്റയിൽ ഒരു ന്യൂമറിക് വാല്യൂവും അസോസിയേറ്റ് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. നമ്പേഴ്സ്. എ നമ്പർ ഹാസ് എ കോൺസ്റ്റൻറ്റ് ന്യൂമറിക് വാല്യൂ സച്ച് ആസ് എ ടെസ്റ്റ് സ്കോർസ് അറ്റൈൻഡ് ബൈ എ സ്റ്റുഡൻറ്റ്. അതായത് നമ്പേഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കോൺസ്റ്റൻറ്റ് ന്യൂമറിക് വാല്യൂ ഉള്ള ഒരു നമ്പർ ആയിരിക്കും. അതായത് ഉദാഹരണത്തിന് ഒരു സ്റ്റുഡൻറ്റ് അറ്റൈൻ ചെയ്ത ടെസ്റ്റിൻ്റെ സ്കോർസ് ആവാം ആ ഒരു ഡാറ്റ എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് ഫോർമുലാസ് ആൻഡ് ഫങ്ഷൻസ് ആണ്. ഫോർമുലാസ് ആൻഡ് ഫങ്ഷൻസ് ആർ മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ്. മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് ആണ് ഫോർമുലാസും ഫങ്ഷൻസും. പിന്നെ അതുപോലെ തന്നെ ഒരു ഡാറ്റ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ടു എൻ്റർ ഡാറ്റ ക്ലിക്ക് ഓൺ ദ സെൽ, ടൈപ്പ് ഇൻഫർമേഷൻ, പ്രസ് എൻ്റർ. ദ ഡാറ്റ ക്യാൻ ബി ബോത്ത് നമ്പർ ആൻഡ് ടെക്സ്റ്റ്. അതായത് ഒരു ഡാറ്റ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തെ പറഞ്ഞു എന്നാലും ഒന്നുകൂടി പറയുകയാണ്. ക്ലിക്ക് ഓൺ ദ സെൽ, ടൈപ്പ് ഇൻഫർമേഷൻ, പ്രസ് എൻ്റർ. അപ്പോൾ ഈ സെല്ലിൽ നമ്മൾ എൻ്റർ ചെയ്യുന്ന ഡാറ്റ നമ്പറും ടെക്സ്റ്റും കൂടി ചേർന്നിട്ടുള്ളത് ആവാം. അപ്പോൾ ഇത്രയാണ് ഈ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സുകളിലോട്ട് ടാബുകൾ പരിചയപ്പെടാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.